കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭക്തിയുടെ അമൃതധാരയൊഴുകുന്ന പുണ്യസങ്കേതമായ ഗുരുവായൂരിലെ ഓരോ ദിവസവും ഭഗവാൻ ഓരോ രൂപത്തിലാണ്, ഓരോ അലങ്കാരത്തിലാണ് ദർശനം നൽകുന്നത്. ഇന്ന് ഫെബ്രുവരി 12 ഉച്ചപൂജയ്ക്ക് ഭഗവാൻ മുരളീധരനായിട്ട്, അതായത് ഓടക്കുഴൽ കൈകളിൽ ഏന്തിയ വേണുഗോപാലനായിട്ട് ഭക്തമനസ്സുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു. പ്രപഞ്ചത്തിൻ്റെ നാദബ്രഹ്മമായ ആ ഓടക്കുഴൽ നാദം കേൾക്കാൻ കൊതിക്കുന്ന ആ ഗോപികമാരെ പോലെ നമുക്കും ആ തിരുരൂപം ധ്യാനിക്കാം. ഭഗവാന്റെ ഇന്നത്തെ രൂപം ഒരു മിടുമിടുക്കനായ ഉണ്ണിക്കണ്ണൻ്റേതാണ്. കാലുകളൊക്കെ പിണച്ചു വെച്ച് അതീവ ലാഘവത്തോടെയും എന്നാൽ രാജകീയമായി നിൽക്കുന്ന ആ ഒരു ഭാവം പീതാംബരധാരിയായ വിഷ്ണുവിൻ്റെയും ബാലലീലകളാടുന്ന കൃഷ്ണൻ്റെയും കൂടിയുള്ള ഒരു സംഘമായിട്ട് നമുക്ക് പറയാം. ഭഗവാൻ പിണച്ചു വെച്ച കാലുകൾ, അതായത് സ്വസ്തികാസനത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ലൗകികമായ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തനായി തൻ്റെ ഉള്ളിലെ സംഗീതത്തിൽ, അതായത് ആത്മീയതയിൽ മുഴുകിയിരിക്കാൻ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കൈകളിൽ വളകളും തോൾവളകളും ചാർത്തിയിട്ട് കാലുകളിൽ പൊൻതളകളണിഞ്ഞ് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ. അരയിൽ ചാർത്തിരിയ കിങ്ങിണി ആ ഉദരത്തോട് ഇങ്ങനെ പറ്റി കിടക്കുന്നതുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. മഞ്ഞപ്പട്ട് കോണകം ധരിച്ച ഭഗവാന്റെ കഴുത്തിൽ മുല്ലമൊട്ടുമാലയും വളയം പോലുള്ള ഒരു മാലയും കൂടിയുണ്ട്. ചെവിയിലും കവിളിലും ചാർത്തിയ ഗോപിക്കൊടികൾ നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അത് ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിലെ അന്ധകാരത്തെ നീക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്ക് പറയാം. ഭഗവാന്റെ ശിരസിൽ പൊൻകിരീടം തിളങ്ങുന്നുണ്ട്. അതിനു മുകളിലായിട്ട് ചുവന്ന താമരകൾ കോർത്ത തിരുമുടിമാലയുണ്ട്. തെച്ചി, തുളസി, താമര എന്നീ പുഷ്പങ്ങളെ കൊണ്ട് നിർമ്മിച്ച 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് ഭഗവാന്റെ ശിരസിന് ചുറ്റും ഒരു പ്രഭാവലയം പോലെ ഇങ്ങനെ ശോഭിക്കുന്നുണ്ട്. തുളസിയും തെച്ചിയും ചേർന്ന വനമാല ഭഗവാന്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാലകൾ ഓരോ ഭക്തൻ്റെയും അർപ്പണബോധത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓടക്കുഴൽ ചുണ്ടോട് ചേർത്ത് മന്ദഹാസത്തോടെ വേണുഗാനം പൊഴിക്കുന്ന കണ്ണൻ്റെ ആ തിരുമുഖം, ആ വേണുഗാനം കേൾക്കുമ്പോൾ സകല ചരാചരങ്ങളും സ്തംഭിച്ചു പോണ ഒരവസ്ഥയാണ്. തന്നെ അങ്ങ് മറന്നുപോയി ആ വേണുഗാനത്തിലേക്ക് ലയിച്ചു പോകുന്ന അവസ്ഥയാണ്. നമ്മളും ഭഗവാന്റെ കയ്യിൽ ഒരു ഓടക്കുഴലായി മാറണം എന്നാണ്. ഉള്ളിലെ അഹങ്കാരാവണ തടസ്സങ്ങളൊക്കെ നീക്കി ശൂന്യായാൽ ഭഗവാൻ നമ്മളിലൂടെ ഇങ്ങനെ സംഗീതം പൊഴിക്കും. ഈ മുരളീധരൻ ഭാവം നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനവും സ്നേഹവും ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രൂപം മനസ്സിൽ ഉറപ്പിച്ചു നിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. അനന്ത സൗഖ്യത്തിനൊരേ നിധാനമാം വിവേകവൈരാഗ്യം എനിക്ക് നൽകുമോ എൻ്റെ കണ്ണ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ മുരളീധര രൂപമുണ്ടല്ലോ, എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.